നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാര്യമൊന്നുമില്ല, അമ്പിളി എന്നെ മൈൻഡ് ചെയ്യില്ല. രഘുവേട്ടൻ പോകാതിരുന്ന അമ്പിളി ചേച്ചി പിന്നെ ഒരു കാലത്തും രഘുവേട്ടനോട് മിണ്ടിന്ന് വരില്ല. രഘുവേട്ടൻ ഇവള് പറയുന്നത് ശരിയാ. രഘുവേട്ടൻ കമ്പനി പോകുന്നത് മുടക്കണ്ടെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് രഘുവേട്ടൻ ബാക്കി എല്ലാം മാറ്റിവെച്ച് കുറച്ചു ദിവസം പഞ്ചരത്നത്തിൽ താമസിച്ച് അമ്പിളി ചേച്ചിയുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നതായിരിക്കും നല്ലതെന്നാ. ഞങ്ങള് ആ കാര്യം സംസാരിച്ചോണ്ടാ വന്നതോളെ. അമ്മാവൻ പോലും ഇവൻ അവഗണിക്കുന്നു എന്നാ ഇവന്റെ പരാതി. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൂടി ഇവനൊപ്പം പഞ്ചരത്നത്തിലേക്ക് പോവാന്ന് പറഞ്ഞിരിക്കാം. ഞങ്ങള് ഒരുമിച്ച് 1-2 ദിവസം ഇവിടെ നിന്ന് അണ്ണനെ അമ്പിളിയും ഒന്നുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഈ 2 ദിവസം ഞാൻ കുറച്ച് ബിസിയാണ്. ആ അങ്കിള് 2 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവുമ്പോ പോയാ മതി. പക്ഷെ രഘുവേട്ടൻ ഇന്ന് തന്നെ അങ്ങോട്ട് തിരിച്ചു പോണെന്നാ എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം അത് തന്നെയാ. എന്ത് പ്രശ്നം ഉണ്ടായാലും കഴിഞ്ഞ 2 ദിവസവും രഘുവേട്ടൻ ഇവിടുത്തെ ജോലി കഴിഞ്ഞ് പഞ്ചരത്നത്തിലേക്ക് പോകേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ രാവിലെയും രാത്രിയും രഘുവേട്ടന് അത്രയും ദൂരം വണ്ടി ഓടിക്കുന്നതിന്റെ സിമ്പതിയെങ്കിലും അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനോട് ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് പോയാലോ അങ്ങളെ? നാളെ എനിക്ക് അത്യാവശ്യം വർക്കുകളൊന്നുമില്ല. പിന്നെ തിരക്കൊഴിഞ്ഞ ടൈം ആയതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എനിക്ക് പഞ്ചരത്നത്തിൽ എത്താൻ ചെയ്യാം. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ പോകണം. അത് നല്ലതിനായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. എങ്കിൽ ഞാൻ ഇറങ്ങാം അങ്കിൾ. അങ്കിളെ ഞാൻ വീട്ടിൽ വിടണോ അതോ ഡ്രൈവറിനെ വിളിക്കും? എടാ, അതൊക്കെ സമാധാനമുള്ള കാര്യമല്ലേ. ചിലപ്പോ ഇന്ന് ഞാനിവിടെ കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പോകും. ആ എങ്കിൽ അതാ നല്ലത് അങ്കിളെ. രഘുവേട്ടൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോ. ഏയ് വേണ്ടനു, ഒന്നും കഴിക്കാനുള്ള മൂഡില്ല. ഞാൻ പഞ്ചരത്നത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ എന്തെങ്കിലും കാണാതിരിക്കില്ല. അങ്കിളെ ഞാനൊന്ന് ഇറങ്ങാം. ശരി അനു. അപ്പൊ എങ്ങോട്ട് പോകാനാ നിന്റെ തീരുമാനം? അനുപമയുടെ വീട്ടിലേക്കോ അതോ സ്വന്തം വീട്ടിലേക്കോ? അനുപമ ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഇനി വിളിച്ചാലും പോകുന്നില്ല. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാം. നീ എൻ്റെ ഒപ്പം വരുന്നോ ഇന്ദ്ര? നമുക്കിന്ന് എൻ്റെ വീട്ടിൽ കൂടാ. നീ വന്ന എൻ്റെ അമ്മയ്ക്കും മാവന് വലിയ സന്തോഷമാണ്. ഏയ്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയാലെന്ന് വിചാരിക്കുക. അമ്മ ജയിലിൽ നിന്ന് വന്നിട്ട് ഒന്ന് കാണാതിരിക്കുന്നത് എങ്ങനെ വിനയാ? അപ്പോ നീ നിന്റെ വീട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതോ? എടാ, ആണുങ്ങളായ വാക്കിന് വില വേണോ ഇന്ദ്ര? എടാ, ഞാൻ എൻ്റെ വീട് എന്നേക്ക് പാട് ഉപേക്ഷിച്ചെന്ന് നിന്നോട് പറഞ്ഞോ? ഇല്ല. എടാ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് വേണ്ടിയല്ല, അനുപമയ്ക്ക് വേണ്ടിയാ. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ അമ്മ എൻ്റെ ഭാര്യ അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാ അമ്മയോടൊപ്പം ജീവിക്കുന്നേ? എന്ന് വെച്ചാ അനുപമയുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് നീ അവളോടൊപ്പം അവളുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അതെ, പക്ഷേ എൻ്റെ തീരുമാനം അവൾക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അവൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ അമ്മയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാണ് എന്ന്. അത് മാത്രമായിരിക്കില്ല. ഈ അനുവിന്റെ വീടെന്ന് പറഞ്ഞാ പഞ്ചരത്നത്തിലെ എല്ലാവർക്കും കയറി നിരങ്ങാനുള്ള വീടല്ലേ. അവിടെ നീ വന്ന് താമസിച്ച ബാക്കിയുള്ളവരുടെയൊക്കെ സ്വാതന്ത്ര്യവും അധികാരവും നഷ്ടപ്പെട്ടു പോയാലോ? എടാ, രഘുവിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് ആ വീട്. അവൻ ചില ദിവസം അവിടെ തങ്ങും, ചില ദിവസം ദാസങ്ങളുടെ വീട്ടിൽ തങ്ങും. അത് അവന്റെ വേറൊരു ബുദ്ധിയാ. എന്ത് ബുദ്ധി? എന്റെ ഇന്ദ്ര, രഘുവിന് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അവൻ മിക്കപ്പോഴും അവളുടെ കൂടെയാ. അമ്പിളി അനുവിന്റെ വീട്ടിലുള്ളപ്പോൾ രഘു പറയും ഞാൻ ഇന്ന് ദാസങ്ങളുടെ വീട്ടിൽ താമസിച്ചോളാം. അമ്പിളി ഇപ്പൊ പഞ്ചരത്നത്തിലായതുകൊണ്ട് അവൻ പറയാൻ പോകുന്നത് അനുവിന്റെ വീട്ടിൽ തങ്ങുന്നു എന്നായിരിക്കും. പക്ഷെ നീ അവിടെ ഉണ്ടെങ്കിൽ അത് നടക്കൂലല്ലോ.
എൻ്റെ വിനയ, എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. രഘുവിന് വേറെ എന്ത് സെറ്റപ്പ് ഉണ്ടെന്നാ നീ പറയുന്നത്? ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് ഏതാണ്ട് കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുക. ഒരു കൊച്ചുണ്ട്. അമ്മയും മോളെയും ഇപ്പൊ നോക്കുന്നത് രഘുവാ. മതി വിനയ, നിർത്ത്. എനിക്ക് ഈ പരദൂഷണ കഥയൊന്നും